പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ് എന്ന് കരുതുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം സപ്പോസ് ഇതാണ് നമ്മുടെ എക്സ് പ്ലസ് ഐ വൈ സെഡ് എന്ന് കരുതുക. സോ ഈ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എക്സ് വൈ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് അവിടെ യുണീക്ക് ആയിരിക്കും. അതായത് ഇതേ എക്സും വൈയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, ഏത് കോംപ്ലക്സ് നമ്പർ നമ്മൾ ഓർഡേർഡ് പെയർ എക്സ് വൈ ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി സെഡ്. സോ ദിസ് ഈസ് യുണീക്ക്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒറിജിനിൽ നിന്ന് സെഡിലേക്ക്, അതായത് ഓർഡേർഡ് പെയർ എക്സ് വൈയിലേക്ക് നമുക്ക് ഒരു വെക്റ്റർ പ്ലോട്ട് ചെയ്യാം. സോ ഒരു കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വെക്റ്റർ പ്ലെയിനിൽ കിട്ടും. അതുപോലെ ഏത് വെക്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വെക്റ്റർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ടായിരിക്കുകയും ചെയ്യും. സോ കറസ്പോണ്ടിങ് ടു ദിസ് സെറ്റ് വി മേ അസോസിയേറ്റ് എ വെക്റ്റർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ പോയിൻറ്റ് 0, 0 ടു ദ പോയിൻറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ. ദിസ് is a bijective correspondence, a one-to-one correspondence between the elements of C and vectors in the plane starting from origin. Okay, സോ ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇത് നമ്മളിനി പറയാൻ പോകുന്നത് ഈ വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നതും കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നതും രണ്ടും സെയിം തന്നെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സും സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സും ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്റ്റേഴ്സും തമ്മിൽ ഒരു ബൈജക്റ്റീവ് കറസ്പോണ്ടൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സപ്പോസ് നമ്മളെടുക്കുന്ന കോംപ്ലക്സ് നമ്പർ -3 + 2i എന്നുള്ളതാണെന്ന് കരുതുക. സോ നമുക്ക് ഒറിജിനിൽ നിന്ന് -3, 2 എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് ഒരു വെക്റ്റർ പ്ലോട്ട് ചെയ്യാം. സോ -3 + 2i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു വെക്റ്ററേ കിട്ടുകയുള്ളൂ. അതുപോലെ ഈ വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് -3 + 2i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഉണ്ടായിരിക്കുകയും ചെയ്യും. സോ ഇൻ ജനറൽ, ഇഫ് വി ഹാവ് ദ കോംപ്ലക്സ് നമ്പർ x + iy, we can draw a vector from the origin 0, 0 to the point xy. Okay, so corresponding to this vector we will have only one complex number x + iy, and corresponding to this complex number x + iy we will get only one vector, this vector b. ഈ ഒരു വെക്ടറെ നമുക്ക് x + iy കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുള്ളൂ. ഇതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ദെൻ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷൻ അറിയാം. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷനിൽ നമ്മൾ ചെയ്യുന്നത്? z1 = x1 y1 z2 = x2 y2 ആണെങ്കിൽ വി ഹാവ് ഡിഫൈൻഡ് z1 + z2 ആസ് x1 + x2, y1 + y2. ഓക്കെ, ദെൻ നമുക്കിപ്പോൾ z1 എന്ന് പറയുന്ന വെക്റ്ററിന് കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വെക്റ്റർ സേ DA കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്ററാണിത്. അതുപോലെ z2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്ററാണ് DB എന്ന് വിചാരിക്കുക. സോ വെക്റ്റേഴ്സിൻ്റെ അഡീഷൻ നമുക്കറിയാം. z1 + z2 എന്ന് പറയുന്ന വെക്റ്റർ എന്ന് പറയുന്നത് യു കംപ്ലീറ്റ് ദ പാരലലോഗ്രാം, അതിൻ്റെ ഈ ലോങ് ഡയഗണലായിരിക്കും നമുക്ക് z1 + z2 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. വെക്റ്റർ അഡീഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ നോക്കുക, ഈ z1 + z2 എന്ന് പറയുന്ന വെക്റ്റർ നമുക്കിപ്പോൾ ഇവിടെ കിട്ടി, വെക്റ്റേഴ്സ് ആഡ് ചെയ്തപ്പോൾ. സോ ഇതാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോംപ്ലക്സ് പ്ലെയിനിൽ കിട്ടുന്ന പോയിൻ്റ് C. അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഞാനൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ എക്സാമ്പിളിൽ കൂടി നമുക്ക് പറയാനുള്ള കാര്യം ജനറലൈസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ x1 ഈസ് എയുടെ കറസ്പോണ്ടിങ് റിയൽ പാർട്ട് എന്ന് പറയുന്നത് x1 ഈസ് 1 ഹിയർ ആൻഡ് y1 ഈസ് 3 ഹിയർ. അതുപോലെ x2 ഈസ് 4. Then y2 is again, sorry, y2 is here, y2 is 1. Okay, so x1 plus x2 will give you 5, y1 plus y2 will give you 4.
ഇനി നമുക്ക് Z1 + Z2 സിയുടെ ഇതുപോലെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആരായിരിക്കും നോക്കാം. സിയുടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അതുപോലെ സിയുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 4 ആണ്. വിച്ച് സെയിം ആസ് x1 + y1 ആൻഡ് x2 + y2 റെസ്പെക്റ്റീവ്ലി. സോ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷനും ഈ കറസ്പോണ്ടിങ് വെക്റ്റേഴ്സിൻ്റെ അഡീഷനും നമുക്ക് ഒരേ റിസൾട്ടാണ് തരുന്നത്. സോ നിങ്ങൾ ഗ്രൂപ്പ് തിയറിയിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ പറയുകയാണെങ്കിൽ അഡീഷനെ പ്രിസർവ് ചെയ്യുന്ന ഒരു മാപ്പിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്പിൾ. സപ്പോസ് ഐ മൾട്ടിപ്ലൈ Z1 വിത്ത് 2. സോ നമുക്ക് എന്താ കിട്ടുക? ഇതിൻ്റെ ലെങ്ത്ത് ഡബിൾ ആവും അല്ലേ? സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ 2x1 വി വിൽ ഗെറ്റ് 2x1 ഹിയർ ആൻഡ് 2y1 ഹിയർ. ഈ വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സും ഇവർ തന്നെയാണ്. സോ ദിസ് പ്രിസർവ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആസ് വെൽ. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്. വെക്റ്റേഴ്സ് ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നതും കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നതും രണ്ടും രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. ബോത്ത് ഓഫ് ദം ഹാവ് ദ സെയിം സ്ട്രക്ചർ. ഓക്കെ, നൗ നമുക്ക് എന്താണ് മോഡുലസ് നോക്കാം. സപ്പോസ് z = x + iy എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് കരുതുക. സോ നമ്മളിപ്പോൾ പറഞ്ഞു കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വെക്റ്റർ കിട്ടും. ഏത് കോംപ്ലക്സ് നമ്പർ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന ഒരു വെക്റ്റർ നമുക്കുണ്ട്. ആ വെക്റ്ററിൻ്റെ ലെങ്ത് എന്താണോ അതിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് z എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ലെങ്ത് ഓഫ് ദ വെക്റ്റർ റെപ്രസെൻറ്റിംഗ് z ഇസ് നോൺ ആസ് ദ മോഡുലസ് ഓഫ് z. നമ്മളതിനെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z ഈ ഫോമിലാണ് എഴുതുക. അപ്പോൾ എന്താണ് ഈ മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ഓഫ് z ഫ്രം ദ ഒറിജിൻ. ഒറിജിനിൽ നിന്ന് z എത്രത്തോളം അകലത്തിലാണുള്ളത് അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഹെൻസ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല അറിയാം. ഇപ്പോൾ z = x + iy. x + iy എന്നുള്ളത് നമ്മൾ സാധാരണ ഓർഡേർഡ് പെയർ xy എന്നും പറയാറുണ്ട്. ഒറിജിനെ നമ്മൾ 0 0 എന്ന് പറയുന്നു. സോ ഡിസ്റ്റൻസ് ഫോർമുല പ്രകാരം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √(x - 0) + y - 0² എന്നുള്ളതായിരിക്കും. വിച്ച് ഇസ് നത്തിങ് ബട്ട് √(x² + y². സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z ഇസ് ഡിഫൈൻഡ് ആസ് √(x² + y². ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഫിഗറാണിത്. ഇവിടെ -3 + 2y എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ വെക്റ്ററാണിത്. ഈ വെക്റ്ററിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് z എന്ന് മോഡുലസ് ഓഫ് -3 + 2y എന്ന് വിളിക്കുന്നത്. സോ വാട്ട് വിൽ ബി മോഡുലസ് ഓഫ് -3 + 2i? By definition, this will be same as √(-3² + 2²) means √9 + 4, which is √13. So length of this vector is √13. Okay. Then ഇത് നമുക്ക് x + iy എന്നുള്ള വെക്ടറാണ്. സോ ഒറിജിനിൽ നിന്ന് ഈ x + iy എന്ന് പറയുന്ന പോയിൻ്റ് എത്രത്തോളം ദൂരെയാണ് കിടക്കുന്നത് അതാണ് നമ്മുടെ മോഡുലസ് ഓഫ് x + iy എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി √(x² + y². നൗ നമ്മൾ റിയൽ നമ്പേഴ്സിൽ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി എന്നൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. യു ടേക്ക് എനി 2 റിയൽ നമ്പേഴ്സ്, യു ക്യാൻ ഓൾവേസ് കമ്പയർ ദം. സപ്പോസ് a and b are 2 real numbers, then either a less than b or a greater than b or a equal to b. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ട്. ഇത് കോംപ്ലക്സ് നമ്പേഴ്സിൽ വർക്ക് ചെയ്യുമോ? വെദർ കോംപ്ലക്സ് നമ്പേഴ്സ് ഹാസ് ദിസ് പ്രോപ്പർട്ടി? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനിവിടെ 2 കോംപ്ലക്സ് നമ്പേഴ്സ് തരാം. സേ ഐ വിൽ ടേക്ക് a ആസ് 1 + i and b as 1 - i. Are they equal? ഇവർ ഈക്വൽ അല്ല. കാരണം നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ റിയൽ പാർട്സ് ഈക്വൽ ആയിരിക്കണം, ഇമാജിനറി പാർട്സ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ എയുടെയും ബിയുടെയും റിയൽ പാർട്ട് 1 തന്നെയാണ്. പക്ഷേ എയുടെ ഇമാജിനറി പാർട്ട് +1 ആണെങ്കിൽ ബിയുടെ ഇമാജിനറി പാർട്ട് -1 ആണ്.
ഓക്കെ, സോ എയും ബിയും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സാണ്. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി ആണ്, എ ഈക്വൽ ടു ബി അല്ല. ക്യാൻ വി സേ ദാറ്റ് എ ഗ്രേറ്റർ ദാൻ ബി ഓർ ക്യാൻ വി സേ ദാറ്റ് എ ലെസ് ദാൻ ബി? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി does not hold in C. This does not hold in C, trichotomy property. So two complex numbers Z1 and Z2 cannot be compared. ഇനിയിപ്പോൾ Z1ഉം Z2ഉം രണ്ട് റിയൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇമാജിനറി പാർട്ട് 0 ആവുന്ന വെക്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, then we can compare them. Okay, Z1 less than Z2 is meaningless unless they are real numbers. ഇനി absolute value of Z1, absolute value of Z2 എന്ന് വെച്ചാൽ that means Z1 is more close to origin than Z2. ഒറിജിനോട് കൂടുതൽ അടുത്ത് കിടക്കുന്നത് Z1 ആണ്, Z2 അല്ല. ഓർ ഒറിജിനിൽ നിന്ന് കൂടുതൽ അകലെ കിടക്കുന്നത് Z2 ആണ് എന്നേ നമുക്ക് ഇതുകൊണ്ട് അർത്ഥം കിട്ടുന്നുള്ളൂ. അതുപോലെ റിയൽ നമ്പേഴ്സിൻ്റെ കേസിലെ പോലെ തന്നെ absolute value of Z1 minus Z2 is nothing but the distance between Z1 and Z2 in the plane. ഓക്കെ, നമുക്കപ്പോൾ ഈ ഡിസ്റ്റൻസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Z1 മൈനസ് Z2 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം Z1 ടു Z2 ആണ് എന്ന് പറഞ്ഞു. സോ നമുക്ക് സർക്കിൾ എന്താണെന്നറിയാം. സർക്കിൾ എന്ന് വെച്ചാൽ യു ഹാവ് എ ഫിക്സഡ് പോയിൻറ്റ് ആൻഡ് സം പോസിറ്റീവ് നമ്പർ, സേ R. So circle means set of all points that lies at distance r from the fixed point, say O. O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് r ഡിസ്റ്റൻസിൽ കിടക്കുന്ന എല്ലാ പോയിൻറ്റ്സിൻ്റെയും കൂടി കളക്ഷനെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കാറുള്ളത്. സോ ഇവിടെ ഞാൻ സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് ഞാൻ എടുക്കുന്നത് Z0, വിച്ച് ഇസ് ഓർഡർഡ് പെയർ X0 Y0, ഓർ നമുക്കതിനെ X0 plus I Y0 എന്ന് എഴുതാം. And suppose that radius r is greater than 0. Okay, then ഈ സർക്കിളിലുള്ള ഏതോ ഒരു ആർബിട്രറി പോയിൻ്റ് ആണ് Z എന്ന് കരുതുക, or ordered pair XY. Then we know that the distance from origin to Z will be R. Okay, so origin is Z0. ആർബിട്രറി പോയിൻ്റ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് Z എന്നാണ്. So distance from Z and ഡിസ്റ്റൻസ് ഫ്രം Z ടു Z0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Z മൈനസ് Z0, ദാറ്റ് വിൽ ബി ഈക്വൽ ടു R. സോ നമ്മൾ ഈ സർക്കിളിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും ഇത് തന്നെയാണ് സ്ഥിതി. ഡിസ്റ്റൻസ് ഫ്രം Z0 ടു ദാറ്റ് പോയിൻ്റ് വിൽ ബി R. സോ വി ക്യാൻ റൈറ്റ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ആസ് absolute value of Z minus Z0 equal to R. So whenever you see absolute value of Z minus Z0 equal to R, some equation of this form, this is nothing but a circle with the center at Z0 and radius R. Okay, so let me rub this. സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് mod Z equal to 3. Mod Z equal to 3 means modulus of Z minus 0 equal to 3. So this is nothing but a circle with a center at 0, means origin, and radius 3. This radius is 3. R is 3 here. സോ നമുക്ക് കാണാം ഒറിജിനിൽ നിന്ന് എല്ലാ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. സോ മോഡ് Z ഈക്വൽ ടു 3. നൗ ഇപ്പം എന്താണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Z മൈനസ് 1 പ്ലസ് 3i ഈക്വൽ ടു 4? ജോമെട്രിക്കലി ഈ ഇക്വേഷൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും? സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Z മൈനസ് ഓഫ് 1 minus 3i equal to 4. So you take this as Z0. So നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Z മൈനസ് Z0 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഫോമിലാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ദിസ് റെപ്രസെൻറ്റ്സ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 1 minus 3i and radius 4.
ഇനിയിപ്പോൾ നമ്മളോട് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ ഐ ആൻഡ് റേഡിയസ് 1/2 ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സെറ്റ് മൈനസ് ഐ ഈക്വൽ ടു 1/2. സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് കരുതുക. ഐ മീൻസ് its real part is 0 and imaginary part is 1. So 0, 1 എന്നുള്ള പോയിൻ്റാണ് ഐ സെൻറ്റർ ആക്കി 1/2 റേഡിയസ് ഉള്ള സർക്കിൾ. സോ ഇഫ് ദിസ് ഇസ് 1/2, ഈ സർക്കിളാണ് നമ്മൾ ഈ പറയുന്നത്. സോ equation of a circle with center I and radius 1/2 is absolute value of z minus I equal to 1/2. വീണ്ടും absolute value of z minus z2 എന്ന് പറയുന്നത് it is the distance from the point z1 and z2, distance between the point z1 and z2. So നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z മൈനസ് 4i പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z പ്ലസ് 4i ഈക്വൽ ടു 10 എന്ന് വെച്ചാൽ ഇതെന്തായിരിക്കും? ജോമെട്രിക്കലി ഇതെന്താണ്? സെഡും 4i എന്ന് പറയുന്ന പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്ലസ് സെഡും മൈനസ് 4i എന്ന് പറയുന്ന പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 10 ഓൾവേസ്. അപ്പോൾ ഏതൊക്കെ സെറ്റുകൾക്കാണ് ഈ പ്രോപ്പർട്ടി ട്രൂ ആകുക? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, വി ഹാവ് 2 ഫിക്സഡ് പോയിൻറ്റ്സ്, 4i ഉണ്ട് മൈനസ് 4i ഉണ്ട്. ഈ രണ്ട് പോയിൻറ്റ്സിൽ നിന്നും സെഡിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു, അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു, ദെൻ യു വിൽ ഗെറ്റ് എ കോൺസ്റ്റൻറ്റ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ജോമെട്രിക്കൽ ഷേപ്പാണ് ഇതിനുണ്ടാവുക. രണ്ട് ഫിക്സഡ് പോയിൻറ്റുകളിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മ് കോൺസ്റ്റൻ്റ് ആകുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എലിപ്സ് വിത്ത് ഫോസൈ പ്ലസ് ഓർ മൈനസ് 4i ഹിയർ. സോ ഇത് മൈനസ് 4i എന്ന് പറയുന്നത് ഇതാണ്, പ്ലസ് 4i എന്ന് പറയുന്നത് ഇതാണ്. ഈ രണ്ട് പോയിൻറ്റ്സിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണു, അതിൻ്റെ സമ്മ് ഈക്വൽ ടു 10 ആവുന്ന ജോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദിസ് എലിപ്സ്. ഓക്കെ, ഇത് എലിപ്സ് ആണ് എന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതായത് അനലിറ്റിക്കായിട്ട് നമുക്കിത് ചെയ്യാം. പുട്ട് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഇൻ ദിസ് ഇക്വേഷൻ. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ട്രൈ ഇറ്റ് യുവർ സെൽഫ്. അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നമുക്കറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ നമ്മൾ യൂസ് ചെയ്ത് ഇതിന് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ റീച്ച് അറ്റ് ദ ഫെമിലിയർ ഫോർമുല എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. Now കുറച്ച് ഹോംവർക്ക്സ് ഉണ്ട്. വിച്ച് പോയിൻ്റ് ഇസ് മോർ ക്ലോസർ ടു ഒറിജിൻ? ഏതാണ് ഒറിജിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് എന്നറിയാനായിട്ട് 2 പോയിൻറ്റ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. രണ്ടിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂ ഓർ മോഡുലസ് കാണുക. ഏതിനാണോ ചെറിയ മോഡുലസ് ഉള്ളത് അതാണ് ഒറിജിനോട് മോർ ക്ലോസർ ആയിട്ടുണ്ടാവുക. Absolute value of z minus 1 equal to absolute value of z plus I represents a line through origin whose slope is minus 1. ഇവിടെയും ഞാൻ ഹിൻറ്റ് തരാം. ഞാൻ കഴിഞ്ഞ എലിപ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ പുട്ട് z is equal to x plus i y. ഓക്കെ, ദെൻ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ദിസ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ ഐഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിക്കുക. ദെൻ യു വിൽ ഗെറ്റ് ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ ഒറിജിൻ ഹൂസ് സ്ലോപ്പ് ഇസ് -1 ഓർ y ഇസ് ഈക്വൽ ടു mx പ്ലസ് c ഫോമിൽ. അതിൽ പാസസ് ത്രൂ ഒറിജിൻ എന്ന് പറയുമ്പോൾ c0 ആയി, സ്ലോപ്പ് -1 എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന ഈ പ്രോസസ്സുകളെല്ലാം ചെയ്താൽ യു വിൽ റീച്ച് അറ്റ് y ഈസ് ഈക്വൽ ടു -x. Now show that
റിയൽ പാർട്ട് ഓഫ് സെഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സെഡ്. ഇവിടെ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുന്നതും ഒരു റിയൽ നമ്പറാണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നതും ഒരു റിയൽ നമ്പറാണ്. ദെൻ റിയൽ അനാലിസിസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഐഡിയാസ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യാനുള്ളൂ. അതുപോലെ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മോഡ് സെഡ്. അഗെയിൻ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഇസ് എ റിയൽ നമ്പർ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സെഡ് ഇസ് എ റിയൽ നമ്പർ. റിയൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം ആലോചിച്ചാൽ യു ക്യാൻ പ്രൂവ് ദിസ് ഓൾസോ.